ഹായ്, ഞാൻ എൻ്റെ മോനുമായിട്ടൊരു വീഡിയോ ചെയ്തിരുന്നു. ആക്ച്വലി അത് ഒരു റീൽസാണ്. ഒന്നും അതിനകത്ത് വേറെ ഒരു കണ്ടൻറ്റും ഇല്ല, ഒന്നുമില്ല. അതിലൊരു ശ്രീയ നായർ, സോറി അയ്യരല്ല നായർ, നായരുട്ടി എന്ന് പേരിട്ടിട്ട് വന്നിട്ടൊരു കമൻ്റ് ഇട്ടിട്ടുണ്ട്. ഈ പേര് നായരാണെന്നുള്ളത് മറന്നുപോയി. ആ പേരുപയോഗിക്കുന്നത്, അതായത് റിവേഴ്സാണ്, മനസ്സിലാക്കിക്കൊള്ളാം. പല മുസ്ലിമിൻ നാമധാരികൾ വന്ന് നമുക്കിട്ട് പണിയുമ്പോഴും നമ്മൾ വിചാരിക്കും പക്ഷേ ഇവർക്കിത് തന്നെ പരിപാടിയെന്ന്. ഏറ്റവും കൂടുതൽ എന്നോട് വൾഗർ കമൻ്റ് ഇടുന്നത്, എനിക്ക് വന്ന് വൾഗർ കമൻ്റ് ഇടുന്നത് മുസ്ലിം നാമധാരികൾ തന്നെയാണ്. പടു മോശമാണ് ഇടുന്നത്, അത് പറയാൻ കൊള്ളാത്തത്രയുണ്ട്. ഞാൻ സാധാരണ കമൻറ്റ് മുക്കത്തില്ല, കമൻറ്റ് അവിടെ തന്നെ കിടക്കും, അത് കാണാൻ പറ്റും. അതിൻ്റെ മറുപടിയാണ് ഞാൻ കൊടുക്കുന്നത്. അല്ലാതെ ചുമ്മാതെ എൻ്റെ അടുത്ത് വന്ന് ഹലോ ഹായ് പറയുന്ന ഒരാളെയും മോശം പറഞ്ഞാൽ എനിക്കറിയത്തില്ല. എന്നെ പറഞ്ഞാൽ ഞാൻ തിരിച്ച് പറയും, സ്വാഭാവികം തന്നെയാണ്, അതിന് തർക്കമില്ല. ഈ പറയുന്ന ശ്രേയ നായരിട്ടിരിക്കുന്ന കമൻറ്റ് ഇങ്ങക്ക് കേൾക്കണ്ടേ? അതാണ് ഇവർ മറ്റുള്ളവരുടെ മക്കളെ കേട്ടോ, നായരുട്ടിക്ക് അല്ലായ ഓർമ്മ വന്നു. മറ്റുള്ളവരുടെ മക്കളെ മോശം പറയുന്നതിന് ഒക്കെ ഇവരുടെ മോൻ അതിന് ശിക്ഷ കൊടുക്കണേ. ഞാൻ മറ്റുള്ളവരുടെ മക്കളെ മോശം പറയുന്നുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ മക്കൾ അതുപോലെ ഹറാം പറപ്പ് പറഞ്ഞിട്ടാണ്. അങ്ങനെ പള്ളിയിലെ ഉസ്താദും അന്നാട്ടിലുള്ള എല്ലാ മുറികോയകളും കയറി ഹറാത്തിലുണ്ടായ ഒരാളായതുകൊണ്ടാണ് നീ ഇങ്ങനെ ഹിന്ദുക്കളുടെ പേരിട്ടിട്ട് വന്നിട്ട് ഈ കൊണയടിക്കുന്നത്. അല്ലാതെ എനിക്കറിഞ്ഞ നിന്നെ ഇങ്ങനെ ഒരു വ്യക്തി എനിക്ക് അറിയുക പോലുമില്ല. ഏറ്റവും കൂടുതൽ ഇസ്ലാം മതവിശ്വാസികളോ അല്ലെങ്കിൽ ഇസ്ലാം നാമധാരികളോ ആയ മുറി ടീംസ് തന്നെയാണ് എനിക്ക് വന്ന് ബാഡ് കമൻ്റ് ഇടുന്നത്. അപ്പോൾ അതിൻ്റെ മറുപടി എനിക്കുണ്ടാകും. മോശം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തിരിച്ച് മറുപടി ഇടും. ഞാൻ ഇട്ടിരിക്കുന്ന കണ്ടന്റിൽ ഒരു ചോദ്യം ആരും ചോദിക്കാറില്ല. പകരം വന്നിട്ട് കളി തരുമോ, കൂടെ കിടക്കാൻ വിളിക്കുക, പിന്നെ വേറെന്താ കുറേ വൃത്തിയായിട്ടുള്ള റെഗുലർ ക്വസ്റ്റ്യൻസ് നമുക്ക് പറയാൻ പറ്റാത്ത കണക്കുള്ള മോശം കമൻസ് വരാറുണ്ട്. കമൻറ്റിന് മറുപടി കൊടുക്കുമ്പോൾ നോവുന്ന എന്ത്? അതിന് പ്രാവുകയാണോ വേണ്ടത്? ഞാൻ അങ്ങനെ മറ്റുള്ളവരുടെ കുട്ടികളെ പറയുന്നത് തെറ്റാണ് എങ്കിൽ അതിൻ്റെ ശിക്ഷ എൻ്റെ കുട്ടിക്ക് കിട്ടട്ടെ, എനിക്കതിൽ സന്തോഷമേ ഉള്ളൂ. അവനത് അർഹിക്കുന്നു. പകരം എന്നെ വന്ന് പച്ചപ്പോക്കൃത്തരം പറയണം, നിന്നെയൊക്കെ പച്ചത്തെറി വിളിക്കുന്നതിന് എൻ്റെ മകനെ അഭിമാനിക്കാനേ എനിക്ക് പറയാനുള്ളൂ. എൻ്റെ മകനെല്ലാം അഭിമാനവും തന്നെയാണ്. നല്ല കഴപ്പളവിയിട്ടുള്ള വെപ്രളപ്പെട്ടിട്ടുള്ള വർത്താനാണ്. തീർന്നില്ല കേട്ടോ. ഈ വേറൊരു വ്യക്തി ഒരാളെനിക്ക് കല്യാണം ആലോചിക്കണം, മകനെ ഇങ്ങനെ വിട്ടേക്കാതെ കെട്ടിച്ചു കൊടുത്തൂടെ എന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ അതിന് തിരിച്ച് മറുപടി കൊടുത്തു. കാരണം കുഞ്ഞുമായിട്ടൊരു വീഡിയോ ചെയ്യുമ്പോൾ പിന്നെ കെട്ടിക്കേണ്ട എങ്ങനെയെങ്കിലും വിട്ടാൽ മതി. 26 വയസ്സുള്ളൊരു ആൺചെറുക്കനാണ്. പെൺകുട്ടികളെ പോലെ 26 വയസ്സ് കെട്ടിക്കുന്നതിന് എനിക്ക് യോജിപ്പില്ല. അങ്ങനെയുള്ള എൻ്റെ അടുത്ത് വന്നിട്ട് മകനെ കെട്ടിക്കേണ്ടതെന്ന് ചോദിക്കുന്നത് സ്വാഭാവികമായിട്ട് എനിക്കത് തീരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. നിനക്ക് വേറെ പണിയൊന്നും ഇല്ലെന്ന് തിരിച്ചൊരു മറുപടി ചോദിക്കുമ്പോൾ അതിന് തിരിച്ച് ഞാൻ തമാശയ്ക്ക് ചോദിച്ചതാണ് ചേച്ചി എന്ന അതിൻ്റെ കമൻറ്റ്. അപ്പം ഈ കമൻറ്റിന് കോമ്പൻസേഷൻ അല്ലെങ്കിൽ എന്താ പറയുക, കൂടെ അനുബന്ധമായിട്ടൊരു കമൻറ്റ് ഇട്ടിരിക്കുകയാണ് വേറൊരു മദാമ, മെഹറിൻ ഫാത്തിമ, മുസ്ലിം ബാങ്കറിയ മെഹറിൻ ഫാത്തിമ. അങ്ങനെ കെട്ടിച്ച ഇവർക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? എന്ത് ചെയ്യാൻ പറ്റും എന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? മെഹറിൻ്റെ വീട്ടിൽ മെഹറിൻ്റെ മോനുമായിട്ട് മെഹറിൻ ചെയ്യുന്ന കാര്യമായി പറയുന്നത്. അതേപോലെ മെഹറിൻ്റെ ഭർത്താവ് ഉണ്ടെങ്കിൽ മെഹറിൻ്റെ ഭർത്താവിൻ്റെ അമ്മയുമായിട്ട് അയാൾ ചെയ്യുന്ന കാര്യമാണ് പറയുന്നത്. അവരെ വീട്ടിൽ മൊത്തം അമ്മമാരുമായിട്ടാണ് കളി. അതുകൊണ്ടാണ് അങ്ങനെ എഴുതി വെക്കുന്നത്. ഇവർ മറ്റുള്ളവരുടെ മക്കളെയൊക്കെ അമ്മമാരെ കൂട്ടി പറയുന്നത് കേട്ടിട്ടില്ലേ? അപ്പോൾ ഇവർ ഈ മോനും തമ്മിൽ എന്തോ ഉണ്ട്. അതുകൊണ്ടല്ലേ ഇവർ അങ്ങനെയൊക്കെ മറ്റുള്ളവരെ കാണുമ്പോൾ തോന്നുന്നത്. അല്ലയോ മെഹറിന്, ഞാനൊരു വീഡിയോ ഇടുമ്പോൾ അതിൽ വന്നിട്ട് കളിക്കാൻ തരുമെന്ന് ചോദിച്ചാൽ തള്ളയ്ക്ക് തന്നെ പറയും. കാരണം എൻ്റെ മകൻ അങ്ങനെ ആരുടെടുത്തും പോയി കളി ചോദിക്കാറില്ല. ഞാനാണ് അവനെ വളർത്തിയത്. അവൻ അങ്ങനെ ഒരു മിസ്റ്റേക്ക് ഒരു പെണ്ണിനോട് പോയി ചോദിക്കത്തില്ല. അങ്ങനെ മിസ്റ്റേക്കിൽ വളർന്ന ഏതെങ്കിലും തള്ളയില്ലാത്ത നാറികളുണ്ടെങ്കിൽ അവർ ഈ ചോദ്യം ചോദിക്കും. അപ്പോൾ അവർ തള്ളയെ തന്നെ പറയണം. അതുകൊണ്ടാണ് തള്ളയെ പറയുന്നത്. അതിന് ഞാനും മോനും തമ്മിൽ ഇങ്ങനെ ഒരു അഫെയർ ഉണ്ടെന്ന് പറഞ്ഞ നിനക്ക്, നീ കണ്ടു വളർന്നത് അതായതുകൊണ്ടല്ലേ നീ അങ്ങനെ ചിന്തിച്ചത്. നീയിപ്പോൾ അങ്ങനെയാണ് എന്ന് നിനക്ക് സ്ഥാപിക്കണമെങ്കിൽ നീ ആയിക്കും. പക്ഷേ ഒരു കാര്യം പറഞ്ഞേക്കാം, നിന്നെപ്പോലുള്ള അടിമകളാണ് സത്യം പറഞ്ഞ സമൂഹത്തിനാപത്ത്. നീ വളർത്തുന്ന മകൻ ലോക ദുരന്തമായിരിക്കും. നിൻ്റെ കുടുംബത്തിലെ ഓരോ ആണുങ്ങളും നല്ല 1ാം ക്ലാസ് PWD മക്കളായിരിക്കും. മെഹറിനെ അത് മനസ്സിലാകുമല്ലെന്ന് എനിക്കറിയത്തില്ല. ഏതായാലും ഇത് കണ്ടപ്പോൾ ഒന്ന് പറയണമെന്ന് തോന്നി. ഇതുപോലെ ഒരുപാട് കമൻസ് ഉണ്ട് കേട്ടോ പലയിടങ്ങളിൽ. ഇവരെഴുതി വയ്ക്കുന്ന ഭയങ്കര ഡീസൻറ്റ് സാധനം.
ഇതിന് നമ്മൾ തിരിച്ചു പറയുമ്പോൾ കരയും. അയ്യോ അത് കണ്ടോ അവരെന്തൊക്കെയോ പറയുന്നെന്ന്. തെറിക്ക് ഉത്തരം തെറി തന്നെയാണ്, തല്ലിന് ഉത്തരം തല്ലാണ്. നേരിട്ട് കാണുകയാണെങ്കിൽ നിൻ്റെ സാധനത്തിലിട്ട് കുത്തണമെന്നാണ് എൻ്റെ ആഗ്രഹം. അതും നല്ല പഴുപ്പിച്ച കമ്പി. അതിനെ ഇതിനൊരു മറുപടി ഉള്ളൂ, മനസ്സിലായോ? ഇങ്ങോട്ട് എങ്ങനെയാണോ അങ്ങോട്ടും അങ്ങനെ തന്നെയാണ്. പിന്നെ കൊച്ചിൻ്റെ കൂടെ ഞാനൊരു വീഡിയോ ചെയ്യുമ്പോൾ അതിൻ്റെ താഴെ വന്ന് ഇതുപോലെ വൾഗർ കമൻ്റ് എഴുതിയിട്ടാൽ ആ ഇടുന്നവരുടെ വിലയും അവരുടെ നിലവാരവുമാണ് അതിനകത്ത് റിവീലാകുന്നത്. ഷെഫീനാക്ക് താഴത്തെ പൂട മാത്രം. ഓക്കെ, കീപ് ഗോയിങ്. നിന്നെപ്പോലുള്ള അടിമ ജന്തുക്കൾക്ക് എൻ്റെ നടുവിരൽ നമസ്കാരം. കീപ് ഗോയിങ്.